അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ നാടാണ്, അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ ഈ നാട് പരിചിതമാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാളായ ഭരതൻ്റെ നാട്. പിന്നെ ലളിത ചേച്ചിക്ക് തുല്യം ലളിത ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാള സിനിമയിൽ, ആ ചേച്ചിയുടെ നാട്. പിന്നെ ഒടുവിലിൻ്റെ നാട്. നമുക്കറിയാം ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ തേടി വരുന്ന ആ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ ഒരിക്കലും ആരും മറന്നു പോവില്ല. അപ്പോൾ അത്രയും നല്ല ആൾക്കാർ ജീവിച്ചിരുന്നൊരു മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ വലിയ അഭിമാനമുണ്ട്. ഇനി ഞാൻ പറയാൻ വരുന്നത് വളരെ മാരകമായ ഒരു പ്രശ്നമാണ്. വോക്കൽ കോഡൊക്കെ ഏതാണ്ട് ഒലഞ്ഞു തുടങ്ങി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞതേ ഉള്ളൂ, ഈ പര്യടനം എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ തൊട്ടുള്ള പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്ക് മാത്രം പറ്റിയ പണിയാണ്. നമ്മളൊക്കെ ഒരു തവണ ഒരു 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഒന്ന് കയറിയതേ ഉള്ളൂ, കരുവാളിച്ചങ്ങ് വൃത്തിയേടായി. ഇവരൊക്കെയാണ് എന്താ ഇവരുടെ കഴിവെന്നറിയത്തില്ല. എന്ത് ലൈറ്റ് അടിച്ചാലും ഒരു കുഴപ്പം വരത്തില്ല. സൂര്യൻ കത്തി താഴ്ത്തിറങ്ങിയാലും പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇവർ നടന്നങ്ങ് പോകും. അപ്പം നമുക്ക് ഈ ഞാനും ആഷ്മിയും സ്മിതയൊക്കെ AC റൂമിലിരുന്ന് ഭയങ്കര ചൂടടെ ഒന്നുകൂടെ തണുക്കട്ടെന്ന് പറഞ്ഞ് തണുപ്പിച്ച് ഏതാണ്ട് തണുപ്പിൽ ഉറഞ്ഞു പോയ മനുഷ്യരാണ്. അപ്പം നമ്മൾ ഈ തണുപ്പ് ഉറഞ്ഞതിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പം ആഷ്മിയൊക്കെ ഇങ്ങനെ ഇരുന്ന ആളാണോ നോക്കി, എന്തൊരു നല്ല മുഖമായിരുന്നു, ലാവണ്യം ഇങ്ങനെ വഴിഞ്ഞങ്ങോട്ട് ഒഴുകുകയായിരുന്നു. ഇപ്പോൾ ഒക്കെ പോയി, എല്ലാം പോയി. സ്മിതയൊക്കെ സൗന്ദര്യപട്ടത്തിനൊക്കെ മത്സരിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു പര്യടനം കേരളത്തിൽ നടത്തണം? നിങ്ങൾക്കറിയുന്ന പോലെ തലസ്ഥാന നഗരിയിലാണ് ഈ പര്യടനം ആരംഭിച്ചത്. കേരളത്തിലെ മിക്ക താലൂക്കുകളും ടച്ച് ചെയ്താണ് ഈ പര്യടനം പോകുന്നത്. 14 ജില്ലകളും കടക്കും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്നത്, ഈ അമ്മമാരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഈ ഒരു കാലത്ത് അമ്മമാർക്ക് ജീവിക്കേണ്ടി വരും. നമ്മൾ ഓരോ കാലത്ത് നമ്മൾ പറയും സത്യൻ്റെയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ കാലത്ത് ജീവിക്കേണ്ടി വന്നത് നമ്മുടെ ഭാഗ്യമാണ്, പുണ്യമാണെന്നൊക്കെ പറയും. എനിക്കിപ്പോൾ തോന്നുന്നു ഈ അമ്മമാർ ഈ കാലത്ത് ജീവിക്കേണ്ടി വരും, എന്തോ ഒരു ആശങ്കയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ ഈ മയക്കുമരുന്ന് SKN40 കേരള യാത്ര തൃശ്ശൂർ എങ്കക്കാട് എത്തിയിരിക്കുകയാണ്.